ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ആഴ്ച 43-ാമത്തെ ശ്ലോകം, വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈതന്യസ്യൈകരൂപത്വാത് ഭേദോ യുക്തോ ന കർഹിചിത് ജീവത്വം ച മൃഷാജ്ഞേയം രജ്വാം സർപ്പഗ്രഹോ യഥാ. ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പല ജീവന്മാർ എല്ലാം വേറെ വേറെ എന്ന നമ്മളുടെ ഇപ്പോഴത്തെ ധാരണ ശരിയല്ല എന്നാണ് ആചാര്യസ്വാമി ആ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നത്. ജീവത്വം ച മൃഷാജ്ഞേയം. ശരിക്കും എന്താണ്? വ്യത്യാസങ്ങള് അറിയപ്പെട്ട വസ്തുക്കളിൽ മാത്രമാണ്. നമ്മൾ അറിയുന്ന ഞാൻ ഒന്നു തന്നെയാണ്. എന്തറിയുമ്പോഴും ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു. ആ അറിവ് നടക്കുന്നത് ഒരേ ഒരു സ്ഥലത്താണ്. പക്ഷെ പല പല വിഷയങ്ങളാണ് അറിയുന്നത്. ഓരോ വിഷയവും അറിയുന്ന ഓരോരോ വ്യക്തിയല്ല നമ്മുടെ ഉള്ളില് ഒരേ ഒരു ആളാണ് ഇതെല്ലാം അറിയുന്നത്. അതുപോലെയാണ് പല ജീവന്മാരെ നമ്മൾ മുന്നിൽ കാണുന്നെങ്കിലും എല്ലാ ജീവന്മാരും ഒന്ന് തന്നെ എന്ന ഒരു വലിയ സത്യമാണ് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. എൻ്റെ ഉള്ളിൽ ഒരാൾ, താങ്കളുടെ ഉള്ളിൽ വേറൊരാൾ, പലരുടെയും ഉള്ളിലും പല പല ആൾക്കാർ. അങ്ങനെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. പലതല്ലേ? എൻ്റെ കാര്യം എനിക്കറിയാം, ഓക്കെ, എൻ്റെ ഉള്ളിൽ ഒരാളേ ഉള്ളൂ, എല്ലാം അറിയുന്നത്, പലതിനെയും അറിയുന്ന ഞാൻ ഒരാൾ മാത്രം എന്നതിനറിയാം. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാ ശരിയാവും? വേറെ വേറെ അല്ലേ കാണുന്നേ? ജീവത്വം എന്നാൽ ശരിക്കും എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, ജീവത്വം ച മൃഷാജ്ഞേയം. ജ്ഞേയം എന്നാൽ അറിയപ്പെടേണ്ടത്. എന്താണ് അറിയപ്പെടേണ്ടത്? ഈ ജീവത്വം എന്നുള്ളത് മൃഷ, അതായത് മിഥ്യ, അല്ലെങ്കിൽ ഇല്ലാത്തത്, നുണ എന്നൊക്കെ പറയാം. ആ ജീവത്വം എന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നു എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ വേറെ വേറെ അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ജീവൻ എന്ന ആ തന്മ, ജീവൻ ജീവൻ എന്ന തന്മ, എല്ലാവരുടെ ഉള്ളിലും ജീവനുണ്ട്. ഈ ജീവൻ വേറെ വേറെ എന്നാണ് ഇപ്പൊ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ ജീവൻ, എൻ്റെ ജീവൻ, മറ്റേയാളുടെ ജീവൻ, അങ്ങനെ മൃഗങ്ങളുടെ ജീവൻ, നായയുടെ ജീവൻ, പട്ടിയുടെ ജീവൻ, പൂച്ചയുടെ ജീവൻ, ഇങ്ങനെ പലതും ജീവൻ ജീവൻ വെവ്വേറെ വെവ്വേറെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതെല്ലാം ഒന്നു തന്നെയാണ്, ഒരേ ജീവനാണ് എല്ലാത്തിനകത്തും. ഒരേ ആത്മാ തന്നെയാണ് ജീവൻ. പക്ഷെ അതിനെ രണ്ടായിട്ടാണ് പിരിക്കുന്നത്. ആത്മാ എന്നും ജീവൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതെല്ലാം ജീവത്വത്തെ ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഒന്ന് മാത്രമാണ് എന്ന ആ തന്മ നമ്മൾക്ക് മനസ്സിലാവും. ഇപ്പൊ ജീവനില് എന്തു പറ്റിയിരിക്കുന്നു? ഗുണത്രയങ്ങള്, സത്വരജതമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ഉണ്ടായ ഒരു തോന്നലാണ് ജീവത്വം. ആക്ച്വലി അങ്ങനെയില്ല. നമ്മൾ അങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ വേറെ, ഞാൻ വേറെ, ഞാൻ വേറെ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഉള്ളിലുള്ള ആത്മാവിൽ നിന്ന് പോലും വേറെ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റു ജീവന്മാരെയും വേറെ ജീവൻ വേറെ ജീവൻ എന്ന് തോന്നുന്നതിന്റെ രഹസ്യം. അപ്പൊ അതൊക്കെ ഇനി വഴിവഴിയായിട്ട് ആചാര്യസ്വാമികളും വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇപ്പോ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ ജീവത്വം മൃഷ, അത് മിഥ്യയാണ് എന്ന് പറയും. ശരിക്കും ഇല്ലാത്തതാണ്, നമുക്ക് തോന്നുന്നതാണ്. അപ്പം എന്നിട്ട് പറഞ്ഞു, തോന്നുന്നതെല്ലാം സത്യമല്ലല്ലോ.
നമ്മൾ പറയുന്നു നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ വേറെ വേറെ, നമ്മൾ അങ്ങനെയാണല്ലോ തോന്നുന്നത്, ശരിക്കും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു തോന്നുന്നതെല്ലാം സത്യമല്ലല്ലോ, പലതും തോന്നും, അതൊന്നും സത്യമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. കാനൽ നീരിന്റെ കാര്യം പറഞ്ഞു. അതായത് കാണുന്ന മരുഭൂമിയിൽ കാണുന്ന ജലം പോലെ നമുക്ക് ദൂരെ കാണുന്ന, വെയിലത്ത് കാണുന്നത് അകലെ ജലമുണ്ട് എന്ന് തോന്നി നമ്മളടുത്ത് ചെല്ലുമ്പോൾ ജലം കാണുന്നില്ല. അപ്പൊ നമ്മൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു നോക്കുമ്പോൾ അവിടെ ജലം പോലെ കാണും, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെ തോന്നും, പക്ഷെ അത് സത്യമല്ല എന്നുള്ളതിന് ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ തോന്നുന്നതൊന്നും പറയാനും പാടില്ല, തോന്നുന്നതൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം നമ്മൾ പറയുകയും എല്ലാം ചെയ്യുകയും ചെയ്താൽ ഇന്ന് നമ്മൾ തമ്മിലുള്ള ആൾക്കാർ തമ്മിലുള്ള, കുടുംബങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങളൊന്നും നിലനിൽക്കുക പോലും ചെയ്യില്ല. പലതും തോന്നും, പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാറില്ല. പലപ്പോഴും ഞാൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത് എന്നൊക്കെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വാക്ക് വിട്ടുപോകും, പക്ഷെ ഉള്ളിൽ തോന്നിയിരുന്ന അങ്ങനെയല്ല എന്ന് പറയും, പക്ഷെ അത് മറ്റേ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ആ തോന്നലുകളെ അത്ര കാര്യമായിട്ട് എടുക്കണ്ട, അതൊരു തോന്നൽ മാത്രം എന്ന് പറഞ്ഞു വിടാനാണ് ഇവിടെ പറയുന്നത്. തോന്നുന്നതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ കാര്യം. അനുഭവം പലതാണ്, പക്ഷേ ഇതെല്ലാം മൃഷ ആണ്, മിഥ്യയാണ്. എന്റെ ഉള്ളിലുള്ള അറിവ് സ്വരൂപം ഒന്നു മാത്രം, പക്ഷേ ഞാൻ എന്ന ഈ അറിവ് മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമാണ്, വേറെയാണ് എന്ന അറിവ് മിഥ്യയാണ് എന്നാണ് പറഞ്ഞത്. വേറൊരാൾ നമ്മളെ പോലെ തന്നെ, പക്ഷെ അത് വേറെയാണ് എന്നുള്ള നമ്മുടെ ആ വിചാരം മിഥ്യയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ജീവത്വം ച മൃഷാജ്ഞേയം, ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഏതുപോലെ, അവിടെയാണ് ഇനി ഒരു സാധാരണ നമ്മൾ ഉപനിഷത്തുകളിൽ കാണുന്ന ഉദാഹരണത്തെ കൊണ്ടുവരുന്നത്. ജീവത്വം ച മൃഷാജ്ഞേയം രജ്വത്വം സർപ്പഗ്രഹോ യഥാ. രജ്ജോ സർപ്പഗ്രഹ യഥാ, രജ്വാം സർപ്പഗ്രഹോ യഥാ. രജ്വത്വം എന്നില്ല, രജ്വാം സർപ്പഗ്രഹോ യഥാ. എങ്ങനെയാണോ, യഥാ ഏതുപോലെ, രജ്ജോ കയറിൽ രജ്ജോ കയറിൽ, സർപ്പഗ്രഹ പാമ്പിന്റെ അനുഭവം പോലെ. ഇവിടെ ഗ്രഹ എന്നുള്ളതിന് ഇവിടെ പാമ്പിൽ നമ്മൾ കയറിൽ പാമ്പിനെ കാണുന്ന അതിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയും. സർപ്പഗ്രഹ പാമ്പിന്റെ അനുഭവം പോലെ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കയറിൽ പാമ്പിന്റെ അനുഭവം നമുക്ക് വരുന്നത് പോലെ. രജ്ജോ സർപ്പഗ്രഹ യഥാ. അപ്പോ യഥാ രജ്ജോ സർപ്പഗ്രഹ. കയറ് കണ്ട ഉടനെ മങ്ങിയ വെളിച്ചത്തില് കയറ് കിടക്കുന്ന കാണുമ്പോ പാമ്പാണെന്ന് നമ്മൾ പെട്ടെന്ന് ധരിക്കുന്നു. നമുക്ക് തോന്നുന്നു അല്ലെ, പാമ്പാണെന്ന് തോന്നുന്നു, ശക്തമായിട്ട് തോന്നുന്നു. ആ തോന്നൽ പോലെ മാത്രമാണ് ഇവിടെ പല ജീവന്മാരെ പലതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ വേറെ എന്ന തോന്നലും ഇതുപോലെ മാത്രമാണ്. ഏതുപോലെ, കയറിൽ പാമ്പിനെ കാണുന്നു, അതൊരനുഭവമായിട്ട് തോന്നുന്നത് പോലെ തന്നെയാണ് വേറെ വേറെ ജീവന്മാരായിട്ട് ഞാൻ വേറെ, മറ്റേ ജീവൻ വേറെ എന്ന് തോന്നുന്നത്. എല്ലാവരും ഉണ്ട്, ഞാൻ പക്ഷെ അതിൽ നിന്ന് വേറെയാണ്, അങ്ങനെയുള്ളൊരു ചിന്ത, അത് ഇതുപോലെയാണെന്നാണ് പറയുന്നത്. ഈ ഉദാഹരണം എപ്പോഴും നമ്മുടെ ഉപനിഷത്ത് പഠനത്തില് ഒരുപാട് പ്രാവശ്യം വരുന്നൊരു ഉദാഹരണമാണ് കയറുപാമ്പ് ഉദാഹരണം. അത് ഒരുപാട് വലിയ വലിയ ആചാര്യന്മാർ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യവും കൂടെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അത്രയ്ക്കൊന്നും അറിവില്ലാത്തതുകൊണ്ട് ആ ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്കതിന്റെ സാധാരണ ആചാര്യന്മാര് മിനിമം ലെവലിൽ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാം, അത്രയും നമുക്കിപ്പോ സാധിക്കും. ഞാൻ വേറെ എന്നതാണ് ശരിക്കും സംസാരം. ഞാൻ വേറെ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നല്ലോ, അതാണ് ഈ സംസാരത്തെ ഉണ്ടാക്കുന്നത്. അപ്പോ ഞാൻ ഏകൻ എന്ന തോന്നൽ, അതാണ് എപ്പോഴും ദുഃഖവും തരുന്നത്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഏകനാണ്, എനിക്കാരുമില്ല
ഇതല്ലേ എപ്പോഴും ദുഃഖമുണ്ടാക്കുന്നേ? ആണ്. ഏതുപോലെ അത് സർപ്പത്തെ കയറിൽ കാണുന്ന പോലെ തന്നെയാണ്. ശരിക്കും അങ്ങനെയല്ല. അവിടെ ശരിക്കും സർപ്പമുണ്ടോ? ഇല്ല, കയറാണ്. അപ്പൊ കയറാണെന്ന് അറിയാതെ കണ്ട് സർപ്പമാണെന്ന് വിചാരിച്ച് അങ്ങനെ വശമായിരിക്കുന്നത് കൊണ്ടാണ് ഈ ദുഃഖവും പേടിയൊക്കെ. പാമ്പിനെ കുറിച്ചുള്ള പേടി, പിന്നെ ആ പാമ്പ് ഏത് തരത്തിൽപ്പെട്ടതാണെന്നുള്ള തോന്നല്, പിന്നെ എന്തുമാത്രം നീളം കാണും, അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ വരെ ചെയ്യും. ആ പാമ്പിനെ കുറിച്ച്, ഇല്ലാത്ത പാമ്പിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നേ? അതൊരു തോന്നലല്ലായിരുന്നു. അപ്പൊ ആ തോന്നലിനെ സത്യമായി വിചാരിച്ചതല്ലേ കുഴപ്പം? അത് തന്നെയാണ് ഇവിടെയും പ്രശ്നം. മിഥ്യയ്ക്ക് ശരിക്കും അങ്ങനെ ഒരു കഴിവുണ്ടോ? മിഥ്യയ്ക്ക് അങ്ങനെ കഴിവുണ്ടോ? ഇല്ല, ദുഃഖം തരില്ല. എന്നാൽ കയർ സർപ്പ ഉദാഹരണം തന്നെ യഥാർത്ഥ സർപ്പമല്ലല്ലോ. ഭയം നൽകിയത് ആരാണ്? ഇല്ലാത്ത സർപ്പമാണ്. അപ്പോ ഈ മിഥ്യ ഭയം തരുമോ? ഭയം തരുന്നുണ്ടല്ലോ. അതാണ് തോന്നൽ. തോന്നൽ നമുക്ക് ഭയം തരുന്നു. അപ്പൊ തോന്നൽ ഭയം തരുമോ എന്ന് ചോദിച്ചാൽ ഭയം തരും എന്നല്ലേ ഇപ്പൊ പറയണ്ടേ? കാരണം സർപ്പം തോന്നലാണ്. ആ തോന്നൽ എന്തുണ്ടായി? അതിന്റെ അടുത്ത് പോകാനോ അതിനെ സ്പർശിക്കാനോ ഉള്ള കാര്യം ഉണ്ടായില്ല. വിഷമുള്ള പാമ്പാണോ എന്ന് ഭയം, അല്ല ഏതു തരത്തിലുള്ള വിഷമാണെന്ന് അങ്ങനെ ശരിക്കും ഭയം തന്നെയാണ് അവിടെ. അത് യഥാർത്ഥമായ ഭയമാണോ? ശരിക്കും യഥാർത്ഥമായ വസ്തുവിൽ നിന്നുണ്ടായ ഭയമല്ലല്ലോ. അത് വൃഷ തന്നെയാണ്, തോന്നലിൽ നിന്നുണ്ടായത് തന്നെയാണ്. യഥാർത്ഥമായ പാമ്പല്ല അവിടെ. പാമ്പിനെ, ഇല്ലാത്ത പാമ്പിനെ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഭയമുണ്ടായി. എന്തുണ്ടായ? ഒറിജിനൽ പാമ്പ് തരുന്ന ഭയം തന്നെയാ ഉണ്ടായേ. ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് തരുന്ന ഭയമാണോ ഉണ്ടായ? അല്ല, ഒറിജിനൽ പാമ്പ് തരുന്ന ഭയം തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായി. ഡ്യൂപ്ലിക്കേറ്റ് ഭയമല്ല, ഒറിജിനൽ ഭയം തന്നെ. അപ്പോ മിഥ്യ പാമ്പും എന്ത് നൽകും? ശരിക്കുള്ള ഭയം തന്നെ നൽകും. അതുപോലെ ഈ ജീവന്മാര് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും പലതാണെന്നുള്ള തോന്നലും ഞാൻ വേറെ എന്ന തോന്നല് ഭയം തരും. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഏകനാണ് എന്ന തോന്നലാണ് എല്ലാ സംസാരത്തിനും കാരണം എന്ന് ആചാര്യസ്വാമി ഇവിടെ പറയുന്നു. ഇനി ഇവിടെ ജീവനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാ ജീവന്മാരും ഒന്നാണ് എന്ന് ഒരു ചെറിയ പാമ്പിന്റെ, കയർപാമ്പിന് ഉദാഹരണം വെച്ച് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ആചാര്യസ്വാമികള് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പ്രയാസമുള്ള അതികഠിനമായ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ജഗത്തിനെ കുറിച്ച്, ഈ ലോകത്തെ കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്നത്. ലോകത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒട്ടും ദഹിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് മനസ്സിലാവും എന്ന് നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. 44-ാമത്തെ ശ്ലോകം. രജ്ജ്വജ്ഞാനാക്ഷണേനൈവ രജ്ജ്വജ്ഞാനാക്ഷണേനൈവ യദ്വദ്രജ്ജുർഹി സർപ്പിണി യദ്വദ്രജ്ജുർഹി സർപ്പിണി ഭാതി തജ്ജിതി സാക്ഷാത് ഭാതി തദ്വച്ചിതി സാക്ഷാത് വിശ്വാകാരേണ കേവല വിശ്വാകാരേണ കേവല രജ്ജ്വജ്ഞാനാക്ഷണേനൈവ യദ്വദ്രജ്ജുർഹി സർപ്പിണി ഭാതി തദ്വച്ചിതി സാക്ഷാത് വിശ്വാകാരേണ കേവല. ജഗത് മിഥ്യ എന്ന ആ വലിയ ഒരു കാര്യം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ബ്രഹ്മസൂത്രത്തിലെ വലിയ ഒരു കാര്യമാണ്. വലിയ ചർച്ചാ വിഷയമുള്ള കാര്യമാണ്. വലിയ വലിയ പണ്ഡിതന്മാരും ആചാര്യന്മാരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മളെ പോലുള്ളവർക്ക് അത് തലയുടെ മുകളിൽ കൂടെ പോവും. എന്നാലും നമുക്ക് മനസ്സിലാക്കണമല്ലോ, നമ്മുടെ ലക്ഷ്യം അപരോക്ഷാനുഭൂതി കൂടി നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള തടസ്സങ്ങളെ മാറ്റലായതുകൊണ്ട് ആ തടസ്സം മാറ്റുന്ന ഒരു വലിയൊരു പ്രക്രിയ അവിടെ നടക്കും. അതിലേക്കാണ് നമ്മളിപ്പോ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ജഗത് മിഥ്യ എന്ന തത്വം, ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് എന്നത്, അല്ലെ? കേൾക്കുമ്പോ തന്നെ പേടിയാവും. എങ്ങനെയാ അങ്ങനെ സംഭവിക്കാൻ ഇപ്പൊ തന്നെ തോന്നി തുടങ്ങി കാണും. ജഗത്, ലോകം, അതിന് പല ഉദാഹരണങ്ങളുണ്ട്. കാരണം ഉദാഹരണം എപ്പോഴും 100% കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ഇന്നത് പോലെ എന്ന് പറയുന്നല്ലാതെ 100% അത് തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും അങ്ങനെയില്ല. നമുക്കറിയാലോ എത്രയോ ഉദാഹരണം തന്നെ.
ഉദാഹരണം കംപ്ലീറ്റ് കറക്റ്റ് അതുപോലെ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോ പാമ്പ്, കയർ പാമ്പ് ഉദാഹരണത്തില് കയറാണ് എന്ന ജ്ഞാനം വന്നാൽ ഉടനെ എന്തുണ്ടാവും? പാമ്പാണെന്ന് വിചാരിച്ചിരുന്നു, ഭയമുണ്ടായി, സംസാരമുണ്ടായി. എപ്പോഴൊരിക്കെ അത് കയറാണ് എന്ന് അറിയുന്നു, ആ ക്ഷണത്തിൽ അറിഞ്ഞ ആ ക്ഷണം ഇമ്മീഡിയറ്റ്ലി എന്തുണ്ടാവും? ആ ഭയം പോവും. ശരിയാണല്ലോ. ആ സെക്കൻഡില് എപ്പോ തിരിച്ചറിയുന്നോ അപ്പൊ പോയി ഫലം, അതിന്റെ ഭയം അപ്പത്തന്നെ അത് അപ്രത്യക്ഷമാവും. ആ പാമ്പ കയറിൽ നിന്ന് ആ സെക്കൻഡിൽ അപ്രത്യക്ഷമാവും. ജ്ഞാനം വന്നാൽ ഉടനെ. എന്താണ് അവിടുത്തെ ജ്ഞാനം? കയറിനെ കയറാണെന്ന് അറിയുന്നതാണ് അവിടുത്തെ ജ്ഞാനം. വേറെ ജ്ഞാനമൊന്നും വരാനില്ല. ഒരു കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ ആ കയറാണ്, അത് പാമ്പല്ല എന്ന് കയർ തന്നെ എന്ന ജ്ഞാനം വരും. ആ അറിവ് വരും. അതാണ് ജ്ഞാനം. അപ്പോ പാമ്പിന്റെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാകത്തില്ല, അത് അപ്രത്യക്ഷമാകും. എന്നാൽ ലോകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതാണ് ആചാര്യസ്വാമി രസകരമായിട്ടൂടെ പറയുന്നത്. ലോകത്തിന്റെ പാമ്പ് കയർ കാര്യത്തിൽ കയറാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ പാമ്പിന്റെ ഭയം പോയി, പാമ്പ് പ്രത്യക്ഷമായി. ഇവിടെയോ ലോകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജഗത് മിഥ്യ എന്നറിഞ്ഞാലും ലോകം അനുഭവം തന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ ജഗത് മിഥ്യ, ലോകം മിഥ്യ എന്ന് ശങ്കരാചാര്യരുടെ ഇതൊക്കെ പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ലോകമില്ലേ? ഉണ്ടല്ലോ, ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അനുഭവങ്ങളില്ലേ? അനുഭവങ്ങൾ ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടിരിക്കും. പാമ്പ് പോയ പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുക, ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവുക, ബന്ധുക്കൾ മുഴുവൻ അപ്രത്യക്ഷമാവുക, സകലരും ഇല്ലാണ്ടാവുക. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ലല്ലോ. ലോകം ഇവിടെ ഉണ്ടായിരിക്കും, പക്ഷെ അത് മിഥ്യയായിട്ടാണ് ഉണ്ടായിരിക്കുക. അത് വാസ്തവമല്ലാത്ത ഒരു തോന്നൽ മാത്രമാണ് എന്ന് ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കണം. സത്യമല്ല എന്ന ബോധ്യം എവിടെ ഉണ്ടാകണം? അവനവന്റെ ഉള്ളില്. പുറത്തുള്ള ആളോട് പറയുകയല്ല വേണ്ട. മുമ്പിൽ നിൽക്കുന്നവർ ഈ ലോകമൊന്നും സത്യമല്ല കേട്ടോ, വീട്ടില് ഭാര്യയോടും കുഞ്ഞുങ്ങളോടൊക്കെ ലോകമൊന്നും സത്യമല്ല, അങ്ങനെ പറയാനല്ല. ഇത് ആത്മീയമായിട്ട് ഉയരുന്ന എവിടെയാ? അവനവന്റെ ഉള്ളിലാണ് ആ വികാസം ഉണ്ടാകുന്നത്. ആ പരിവർത്തനം നടക്കുന്നത് അവനവനിലാണ്. ഇപ്പൊ തന്നെ നമ്മളിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മാറ്റങ്ങളെ നമ്മുടെ ഉള്ളിൽ നമ്മളല്ലേ കൂടുതലായിട്ട് അറിയുന്നേ? വേറൊരാൾക്ക് അത്ര അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നമ്മുടെ ചിന്താഗതിയിൽ ഇപ്പൊ വന്ന മാറ്റം മുഴുവൻ നമ്മൾ വേറൊരാളോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ അയാൾക്ക് മനസ്സിലാവുമോ? ഇല്ല. നമ്മളിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഉപനിഷത്ത് ക്ലാസ്സിൽ വരുന്നവരിലെല്ലാം ഉള്ളില് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, വ്യവഹാരത്തിലെല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണം. അവനവന്റെ ഉള്ളിൽ മാറ്റം വന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോ നമ്മളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ കൊണ്ട് ഇത്രയും റെഗുലർ ആയിട്ട് ഈ 10-15 പേര് ക്ലാസ്സിൽ വരില്ല, സംശയമില്ല. അപ്പൊ അതിനെ നിഷ്ഠയായിട്ട് ഉറപ്പിക്കണം. അത് ആ സമയം ഈ പറയുന്ന കാര്യം ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തരുന്ന ലോകം ജഗത് മിഥ്യ എന്നുള്ളതിനെ ഉള്ളിൽ എടുക്കണം, പുറത്തേക്ക് വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരാനല്ല. കയർ പാമ്പ് ഉദാഹരണത്തില് കയറാണെന്ന് തിരിച്ചറിഞ്ഞ ഇമ്മീഡിയറ്റ് ആ സമയം തൽക്ഷണം എന്ന് പറയണ്ടേ, തൽക്ഷണം പാമ്പ് അപ്രത്യക്ഷമാവുകയും ഭയം അപ്രത്യക്ഷമാവുകയും ചെയ്ത പോലെ ഇവിടെ പെട്ടെന്ന് ലോകം അപ്രത്യക്ഷമാകില്ല. പക്ഷേ നമുക്ക് ആ അറിവുണ്ടാക്കാം. ഏത്? ലോകം മിഥ്യയാണെന്ന അറിവിനെ നമുക്ക് ഉള്ളിലെടുക്കാം. അതനുസരിച്ച് ജീവിക്കാം. വ്യവഹാരത്തിൽ മാത്രമായിട്ട് കാര്യങ്ങളെ കാണാം. അപ്പോ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ? മരുഭൂമിയിൽ കാണുന്ന ജലം, അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല എന്നറിഞ്ഞ ശേഷവും ആ കാഴ്ച കാണും, ഇല്ലേ? അപ്പൊ മരുഭൂമിയിൽ നടന്നു പോകുമ്പോ എപ്പോഴും ധാരാളം ഉദാഹരണം വരുന്നതാ. ദൂരെ ജലം കാണും, അടുത്ത് ചെല്ലുമ്പോ ജലമില്ല. ശരി, തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വന്നാൽ വീണ്ടും അവിടെ ജലം കാണൂല്ലോ, ജലമുണ്ടാവില്ല. അത് എത്ര മുന്നോട്ട് പോകുന്തോറും കണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ജലമുണ്ട് ഉണ്ടായ തോന്നൽ കൊണ്ട് ഉള്ള ജലം അവിടെ ഇല്ലെന്ന് മനസ്സിലാവും. പക്ഷെ കാണുന്നതില്ലാണ്ടാവുമോ? എപ്പോഴാണോ ജലം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ സമയം അതില്ലാണ്ടാവും. ഇല്ല, അവിടെ വീണ്ടും കാണും. വീണ്ടും ദൂരത്തിൽ നോക്കിയാൽ വീണ്ടും ജലം കാണും.
അപ്പൊ അത് കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ജലമല്ലെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകും. നല്ലൊരു ഉദാഹരണം അത്. അത് കണ്ടുകൊണ്ടേ ഇരിക്കും. ഒരിക്കൽ അത് ടെസ്റ്റ് ചെയ്ത് അതല്ലെന്ന് മനസ്സിലായി. ഒരു 200 മീറ്റർ അപ്പുറേ കണ്ടു, നല്ല ചൂട് വെയിലത്ത് കണ്ടു, 200 മീറ്റർ അപ്പുറേ കണ്ടു, അങ്ങനെ ജലം പോലെ ഇങ്ങനെ കണ്ടു. അടുത്ത് ചെന്നപ്പോ ജലമല്ലെന്ന് മനസ്സിലായി. അവിടെ നിൽക്കുമ്പോൾ അടുത്ത 200 മീറ്റർ അപ്പുറേ കാണുന്നു. അപ്പൊ നമുക്കറിയാലോ അത് ജലമല്ല, ഇതുപോലെ തന്നെ കളിപ്പീരാണ്, നമ്മുടെ കണ്ണിനെ കളിപ്പിച്ചൊരു കാര്യമാണ്, അത് യഥാർത്ഥമല്ല, അത് മിഥ്യയാണ് എന്ന തിരിച്ചറിവ് എപ്പോഴുണ്ടല്ലോ. പക്ഷെ അവിടെ കാണുന്നുണ്ടല്ലോ, കാണുമ്പോ അത് സത്യമല്ലെന്ന് അറിയുന്നുണ്ടല്ലോ. അതുപോലെ കയർപാമ്പിനെക്കാട്ടിലും നല്ല ഉദാഹരണമാണ് അത്. കയർപാമ്പിനെ കാണുമ്പോൾ വീണ്ടും അവിടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കൽ കണ്ടവനാണ്. ഇതങ്ങനെയല്ല, ഇത് വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമല്ലെന്നറിയാം. നല്ലൊരു ഉദാഹരണമാണ്. അപ്പോ അത് തോന്നൽ മാത്രമാണ് എന്നൊക്കെ ആയല്ലോ. അത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സംഗതിയിൽ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് എന്ന് മനസ്സിലായി. അപ്പോ അടുത്ത ചോദ്യം വരുന്നു, ഈ ജഗത്ത് എങ്ങനെയുണ്ടായി? എപ്പോൾ മുതൽ ഉണ്ടായി? നല്ലൊരു ചോദ്യമാണ്. ജഗത്ത് എപ്പോഴുണ്ടായി, എങ്ങനെയുണ്ടായി? സാധാരണ ചോദ്യമല്ല. സാധാരണ ഉപനിഷത്തുകൾ ജഗത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയണം. ആ ലെവലല്ല. ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും ആ ലെവലിലെ കണ്ട്, ആ ലെവലിലെ കേട്ട് മനസ്സിലാക്കാവും. ഇപ്പൊ ഇവിടുത്തെ ചോദ്യം ജഗത്ത് എങ്ങനെയുണ്ടായി, എപ്പോൾ ഉണ്ടായി? അപ്പോ കയറില് പാമ്പ് എപ്പോ ഉണ്ടായി? അതാണ് ഇവിടെ പറയുന്നത്. കയറിൽ എപ്പോഴാ പാമ്പുണ്ടായി? കയറാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത്, കയറിനെ കണ്ടപ്പോൾ കയറാണെന്ന് അറിയാതിരുന്നപ്പോൾ പാമ്പുണ്ടായി. പാമ്പാണെന്ന് തോന്നലും കൂടെ അവിടെ കയറ്റി വെച്ചു, അപ്പോ പാമ്പുണ്ടായി. കയറിൽ അജ്ഞാനത്തിൽ നിന്ന്, അജ്ഞാനം എന്നുള്ള വാക്കിന്റെ പ്രസക്തി അവിടെ വരുന്നത്, കയറിന്റെ അജ്ഞാനത്തിൽ നിന്ന് കയറിൽ പാമ്പിനെ കണ്ടു. കയറാണെന്ന് അറിഞ്ഞില്ല, അതിന്റെ പേരെന്താണ്? അജ്ഞാനം. അതിനെ ഒരു സാധനത്തിനെ അതായിട്ട് അറിയാത്തത് അജ്ഞാനം. അപ്പൊ കയറിനെ കയറായിട്ട് അറിയാതെ ഇരുന്ന അറിവില്ലായ്മ എന്ന് പറയാം. ആ അറിവില്ലായ്മയിൽ നിന്നാണ് അവിടെ പാമ്പ് തോന്നിയത്. കയറിൽ നിന്ന് പാമ്പിനെ തോന്നിയതല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? കയറിൽ നിന്ന് പാമ്പിനെ തോന്നിയില്ല. കയറാണെന്നുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട്, അതാണ് അജ്ഞാനം. ജ്ഞാനമില്ലായ്മ എന്താണ്? അജ്ഞാനം. കയറാണെന്നുള്ള ജ്ഞാനമില്ലായ്മ കൊണ്ട് പാമ്പ് ആണെന്ന് തോന്നി. കയറിൽ നിന്ന് പാമ്പുണ്ടായതല്ല. കയറാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തുണ്ടായി? അജ്ഞാനം കൊണ്ട് അവിടെ പാമ്പുണ്ട് എന്ന് തോന്നലുണ്ടായി. കയറിന്റെ അജ്ഞാനമാണ് കാരണം. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അജ്ഞാനമാണ് കാരണം. നമ്മളീ പഠിക്കുന്നത് എന്തു മാറാനാണ്? ഈ ഉപനിഷത്ത് പഠനങ്ങളും ഈ ആധ്യാത്മിക പഠനങ്ങളും മുഴുവൻ, സകല ഗ്രന്ഥങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ അജ്ഞാനത്തെ മാറ്റാൻ. എന്താണ് അജ്ഞാനം എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. വേറെ പലതായിട്ട് വിചാരിക്കുന്നു, പലതിനെയും അതിൻ്റെ സത്യത്തിലല്ലാതെ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ. അതാണ് നമ്മുടെ അജ്ഞാനം. ശരിയായിട്ടുള്ള അജ്ഞാനം, ഒറിജിനൽ എന്താണോ അതിനെ ഒറിജിനലായിട്ട് അറിയാത്തതാണ് അജ്ഞാനം. അപ്പോ കയർപാമ്പിന്റെ ഉദാഹരണത്തില് എപ്പോൾ ഒരിക്കൽ കയറിനെ കയറായിട്ട് അറിയാതിരിക്കുന്നു, അതാണ് അജ്ഞാനം. അപ്പോൾ അവിടെ എന്തുണ്ടായി? പാമ്പ് എന്ന ആ മിഥ്യായിട്ടുള്ള തോന്നലുണ്ടായി. അപ്പൊ പാമ്പിന്റെ, അപ്പൊ എന്താ പറയുന്നതിന് ഉപാദാന കാരണം എന്ന് പറയാം. ഉപാദാന കാരണം നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. കളിമൺ പാത്രത്തിന്റെ ഉപാദാന കാരണം കളിമൺ എന്ന് പറഞ്ഞ പോലെ പാമ്പിന്റെ ഉപാദാന കാരണം ആരാണ്? പാമ്പിന്റെ ഉപാദാന കാരണം. ഇതിൽ നിന്നാണ് പാമ്പിനെ നമുക്ക് തോന്നിയത്? കയറിൽ നിന്ന്. കയറാണെന്ന് അറിഞ്ഞിട്ടാണോ തോന്നിയത്? അല്ല. അപ്പൊ കയറാണെന്ന് അറിയാത്തതിന് എന്താണ് പറയാ? അജ്ഞാനം. അപ്പൊ ഉപാദാന കാരണം എന്താണ്? അജ്ഞാനം. പാമ്പിന്റെ ഉപാദാന കാരണം അജ്ഞാനം. ഭയം എവിടെ നിന്നുണ്ടായി? പാമ്പിൽ നിന്നുണ്ടായി. അപ്പോ അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പാമ്പിൽ നിന്ന് ഭയമുണ്ടായി. ക്ഷണേനൈവ, ഉടൻ തന്നെ, ക്ഷണേനൈവ യദ്വത് രജ്ജുഹി സർപ്പിണി.
ക്ഷണേനൈവ ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്ലി, യദ്വദ് എങ്ങിനെ, യദ്വദ് എന്ന് പറഞ്ഞാൽ എങ്ങിനെ, രജ്ജുഹി കയർ തന്നെ, രജ്ജുഹി എന്ന രജ്ജുർഹി, രജ്ജുഹു ഹി കയർ തന്നെ, രജ്ജുഹു ഹി അതാണ് രജ്ജുർഹി, രജ്ജുഹു ഹി കയർ തന്നെ, സർപ്പിണീ ഭാതി പാമ്പ് എന്ന് തോന്നിക്കുന്നു, സർപ്പിണീ ഭാതി പാമ്പ് ഉണ്ട് എന്ന് തോന്നിക്കുന്നു. അപ്പോ ആ കയറിനെ കണ്ട ആ സെക്കൻഡ് തന്നെ അത് ഉണ്ടായേ. കയറാണെന്നുള്ള അറിവില്ലായ്മയാണ് അത് ഉണ്ടാക്കിയത്. പാമ്പുണ്ട് എന്ന തോന്നൽ അതിനുള്ള കാരണം കയറെന്ന അറിവില്ലായ്മയാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ. പാമ്പ് എന്ന തോന്നൽ ഉണ്ടാകാൻ കാരണം കയറാണെന്നുള്ള ജ്ഞാനമില്ലായ്മയാണ് എന്ന അറിവില്ലായ്മയാണ്. അതാണ് അജ്ഞാനം. അപ്പോ പാമ്പുണ്ടായത് എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. പാമ്പാണെന്നുള്ള ഭയമുണ്ടായത് എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. അതാണ് അജ്ഞാനം എന്നുള്ള വാക്കിന്റെ രസകരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അറിവില്ലായ്മയാണ്. അപ്പോ എവിടെയാണ് അറിവില്ലായ്മയാണ് എന്ന് മനസ്സിലായി. ഓക്കെ, ശരി. എവിടെ അറിവില്ലായ്മ? അപ്പോ എവിടെയാണോ അറിവില്ലായ്മ അവിടെ തന്നെ പാമ്പ് എന്ന തോന്നൽ വന്നു. എവിടെയാണോ അറിവില്ലായ്മ അവിടെ തന്നെ പാമ്പ് എന്ന തോന്നൽ വന്നു. വേറെ സ്ഥലത്തല്ല, അവിടെയാണ്. ആ കയറ് എന്ന് അജ്ഞാനം കയറിന്റെ അവിടെയാണല്ലോ വന്നത്. അവിടെ തന്നെയാണ് പാമ്പ് എന്നുള്ള തോന്നൽ വന്നത്. അപ്പോ അത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറും പാമ്പും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇത്തിരി ഗഹനമാണ്, ഭയങ്കര ഗഹനമായിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. കയറും പാമ്പും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. എവിടെയാണോ കയറിന്റെ അജ്ഞാനം മൂലം പാമ്പെന്ന് തോന്നിയത് അവിടെ തന്നെയാണ് കയറുള്ളത്. കയറുള്ള സ്ഥലത്ത് തന്നെയാണ് കയർ എന്നറിയാത്ത അജ്ഞാനവും ഉണ്ടായത്. ആ സ്ഥലത്ത് തന്നെയാണ് പാമ്പ് എന്ന ഭയം ഉണ്ടായത്. അപ്പോ രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല, അവിടെ തന്നെ. എവിടെ അജ്ഞാനം വന്നോ അവിടെ തന്നെ. അതിനാണ് ഇത് പറഞ്ഞു വരുന്നത്. എവിടെ അജ്ഞാനമോ അവിടെ തന്നെയാണ് സംസാരം ഉണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്, ഭയമുണ്ടാകുന്നത്, വിഷമമുണ്ടാകുന്നത്. ഇനി ടൈം എപ്പോൾ തോന്നി? എപ്പോ തോന്നി? ടൈം പറയാൻ പറ്റുമോ? കണ്ടപ്പം, ആ സെക്കൻഡിൽ, കണ്ട ഉടനെ. കയറിനെ കണ്ട ഉടനെയാണ്. കയറിനെ കണ്ട് കുറച്ചു നേരം കയറാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പിന്നെയാണോ പാമ്പാണെന്ന് തോന്നിയത്? അങ്ങനെ തോന്നത്തില്ലല്ലോ. കയറിനെ കയറാണെന്ന് തോന്നിയാൽ പിന്നെ അവിടെ ഒന്നും വരില്ല, അവിടെ ജ്ഞാനം വന്നു കഴിഞ്ഞു, കയറാണെന്ന് അറിവ് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ എപ്പോഴാണ് ഈ അജ്ഞാനം ഉണ്ടായേ? പറയാൻ പറ്റത്തില്ല. കയറിനെ കണ്ടോടനെ, അതിന് സമയമൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണോ അതിനെ കണ്ടത് അപ്പോ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? എപ്പോഴാണോ ഭൂമിയിൽ ഈ ശരീരം എടുക്കുന്നത് ആ സെക്കൻഡിൽ, അപ്പോഴാണ് അജ്ഞാനം. അപ്പോ അജ്ഞാനം ആരുടെ കൂടെ ഉണ്ട്? നമ്മുടെ ജന്മജന്മാന്തരമായിട്ട് നേരത്തെ നമ്മളിത് പഠിച്ചതാണ്. അജ്ഞാനം എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ജന്മമെടുത്തപ്പോൾ ഉണ്ട് എന്നേ പറയാൻ പറ്റും. ജന്മമെടുത്ത് ഇപ്പൊ മാത്രമാണോ? അല്ല, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, കോടി കോടി ജന്മങ്ങൾ കഴിഞ്ഞു. ആദ്യമേ ഉണ്ട്. സമയം പറയാൻ പറ്റില്ല എന്ന് വിശദമായി നമ്മൾ നേരത്തെ വിവേക ചൂടാമണിയിലാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ പഠിച്ചു. അജ്ഞാനം എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം അജ്ഞാനം ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റും. അജ്ഞാനത്തെ മാറ്റാനും പറ്റും. എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. അതിനെ മാറ്റാം എന്നും പറഞ്ഞു തരാൻ പറ്റും. മാറ്റാനും സാധിക്കും. മാറ്റിയവരും ഉണ്ട് ഗുരുക്കന്മാരായിട്ട്. അവർ നമുക്ക് മാർഗദർശനം നൽകും, നമുക്കും മാറ്റാം. അത് ഈ ജന്മത്തിന്റെ പ്രത്യേകതയാണ്. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തിൽ കിട്ടിയത് ഈ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അജ്ഞാനം, അതിലാണ് നമ്മൾ കഴിയുന്നത്. ഇത് മാറ്റാവുന്നതാണ്. അതിനുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്, ഗുരുക്കന്മാരുണ്ട്, അവർ പറഞ്ഞു തരും. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടാം. സർവ ദുഃഖങ്ങൾക്കും കാരണം
അജ്ഞാനമാണ് എന്ന മഹത്തായ സന്ദേശം ഇവിടെ പറയുന്നു. സർവ ദുഃഖങ്ങൾക്കും കാരണം, എല്ലാ പ്രയാസങ്ങൾക്കും കാരണം, എല്ലാ മനോവിഷമങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. ഏതുപോലെ എന്നാൽ ഏത് സെക്കൻഡിൽ കയറിനെ കണ്ട് പാമ്പെന്ന് വിചാരിച്ചുവോ ആ ക്ഷണം ഭയം തുടങ്ങിയ പോലെ തന്നെയാണ് സംസാരം. ഇതിന് രണ്ട് സ്ഥലമില്ല, ഒരേ സ്ഥലത്താണ്, അവിടെ തന്നെയാണ് ഇത് കാണുന്നത്. ആ സെക്കൻഡിൽ തന്നെയാണ് അജ്ഞാനം എന്ന് പറയുന്ന സംഭവം പ്രവർത്തിക്കുന്നത്. അപ്പോ തദ്വത്, അതുപോലെ, ഇനിയാണ് അതിന്റെ കാര്യം വരുന്നത്. തദ്വത് യദ്വത് രജ്ജുഹി സർപ്പിണീ ഭാതി തദ്വത് ചിതി സാക്ഷാത്. തദ്വത് ആ ക്ഷണം തന്നെ, അതുപോലെ, തദ്വത് ചിതിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈതന്യത്തെയാണ് പറയുന്നത്. ചിതിഹി എന്ന് പറയുന്നത് ചൈതന്യം, ബ്രഹ്മം, ആത്മാ. തദ്വത് അതുപോലെ, ചിതിഹി ചൈതന്യം അഥവാ ബ്രഹ്മം, കേവല വിശേഷണമാണ്. കേവല എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിന്റെ വിശേഷണം, നിർഗുണം, നിർഗുണമായ ചൈതന്യം. കേവല എന്നുള്ളതിന് ഇവിടെ നിർഗുണ എന്നുള്ളതാണ് പറയുന്നത്. നിർഗുണമായ ആ ചൈതന്യം, ശുദ്ധമായ ആ ചൈതന്യം, സാക്ഷാത് അത് തന്നെ, വിശ്വാകാരേണ, വിശ്വ ആകാരേണ, അതാണ് വിശ്വാകാരേണ. വിശ്വ ആകാരേണ എല്ലാ ലോകങ്ങളായും സർവതുമായും ഭാതി തോന്നുന്നു. എപ്പോൾ ഒരിക്കൽ അജ്ഞാനം മൂലം കയറിനെ പാമ്പാണെന്ന് തോന്നി, അപ്പോൾ ഭയം ആരംഭിച്ചു. അതുപോലെ നിർഗുണമായ ചൈതന്യത്തെ സർവലോകങ്ങളിലും ആതി നമുക്ക് തോന്നുന്നു. ചൈതന്യത്തെ ലോകമായി തോന്നുന്നു. കയറില് പാമ്പിനെ, കയറെന്നുള്ള സത്യമറിയാതെ അജ്ഞാനം മൂലം പാമ്പായി തോന്നിയതുപോലെ സാക്ഷാൽ പരബ്രഹ്മത്തെ, ചൈതന്യത്തെ, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ലോകമായി കണ്ടു. വലിയ എന്താ പറയാ, ഇതിൽ പരം ഒരു തത്വം ഇനി കേൾക്കാനില്ല. സർവസാക്ഷിയായ ആ ഭഗവാനെ, ആ ചൈതന്യത്തെ നമ്മൾ എന്തായി കണ്ടു? ലോകമായി കണ്ടു. ലോകം നമുക്ക് ദുഃഖം തരുന്നു, വിഷമം തരുന്നു, പ്രയാസം തരുന്നു. സാക്ഷാൽ ജഗതീശ്വരൻ അതിനുള്ള ആളാണോ? അല്ല. പക്ഷെ പാമ്പ് എങ്ങനെ ഭയം, ഇല്ലാത്ത പാമ്പ് എങ്ങനെ ഭയം തന്നുവോ അതുപോലെ ഇല്ലാത്ത ലോകമാണ് ഭയം തന്നുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം ഇവിടെ മനസ്സിലാക്കണം. അതിനാണ് പറഞ്ഞത് സാക്ഷാത് തദ്, അതുപോലെ സ്ഥിതി കേവല സാക്ഷാത്, എല്ലാ ലോകങ്ങളെയും ഭാതി തോന്നുന്നു. വിശ്വാകാരേണ ഭാതി. എന്ത്? ആ ചൈതന്യത്തെ വിശ്വാകാരേണ ഭാതി, ആ ചൈതന്യത്തെ ലോകമായി നമുക്ക് തോന്നുന്നു. ആ ചൈതന്യം തന്നെ ഞാൻ, അല്ലെ? ശരിക്കും ആ ചൈതന്യമാണല്ലോ ഞാൻ. പക്ഷേ ഞാൻ എന്നെ സെപ്പറേറ്റ് ആയിട്ടല്ലേ കാണുന്നത്. ഇതിനാണല്ലോ പറഞ്ഞു വരുന്നത് ഇവിടെ. നേരത്തെ അതിലല്ലേ പറഞ്ഞു നിർത്തിയേ. ഞാൻ വേറെ എന്നുള്ള തോന്നലാണല്ലോ മറ്റുള്ളവരിൽ നിന്ന്. അപ്പോ ആ ചൈതന്യത്തെ വേറെ എന്ന്, നമ്മൾ വേറെ എന്ന് തോന്നി. ഇവിടെ പറയാണ് ആ ചൈതന്യം, നമ്മൾ ആ ചൈതന്യത്തെയാണ് ലോകമായിട്ട് കാണുന്നത്. പക്ഷെ അജ്ഞാനം, കയറിനെ പാമ്പെന്ന് അജ്ഞാനം മൂലം തോന്നിയതുപോലെ ജഗത്തിനെ കണ്ട ഉടനെ അജ്ഞാനം മൂലം അത് ആരെന്ന് തിരിച്ചറിയുന്നില്ല, സാക്ഷാൽ ജഗതീശ്വരനെന്ന് തിരിച്ചറിയുന്നില്ല. അത് അജ്ഞാനമാണ്. ഇത് എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോ വിഷമവും തുടങ്ങി, ദുഃഖവും തുടങ്ങി, ഭൂമിയിൽ വന്നു തുടങ്ങി. അപ്പോ ചൈതന്യത്തിൽ നിന്ന് ലോകമുണ്ടായി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് മേറോപനിഷത്തില്, അല്ലെ? ഓരോരോ സ്റ്റെപ്പ്, സൃഷ്ടിയുടെ സ്റ്റെപ്പുകളൊക്കെ പറയും.
ഇനിയാണ് നമ്മൾ ഒത്തിരി ഒരു എന്താ പറയുക, സാധാരണ നിലയ്ക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോകും നമ്മൾ. കാരണം ആദ്യത്തെ സ്റ്റെപ്പുകൾ, ഉപനിഷത്ത് പഠനം ഒരേ ഒരു സ്റ്റെപ്പാണെന്ന് പലരും ധരിച്ചിട്ടുണ്ടോ? ഒന്നുമല്ല. ഉപനിഷത്ത് പഠനത്തിൽ തന്നെ നിറയെ സ്റ്റെപ്പുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഉപനിഷത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം ജഗത്തുണ്ടായ കഥയൊക്കെ പറയും. അപ്പൊ നമുക്ക് ഒരു ഇഷ്ടമാണ്, എങ്ങനെയാ ഈ ഭൂമി ഉണ്ടായേ, എങ്ങനെയാ ആകാശം ഉണ്ടായേ, എങ്ങനെയാ വായു ഉണ്ടായേ, ഇങ്ങനെ അതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതൊക്കെ അങ്ങനെ ഉണ്ടായി അല്ലേ, ശരി, ജലം സൂക്ഷ്മം ഉണ്ടായി, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടായി, വീണ്ടും ഈ സ്ഥൂലം നശിക്കുമ്പോൾ തിരിച്ച് സൂക്ഷ്മത്തിലേക്ക് പോകും, സൂക്ഷ്മം കാരണത്തിന്റെ അവിടേക്ക് പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദ്യം പഠിക്കും. ഇനി വരുന്ന സ്റ്റെപ്പുകളിലൊക്കെ അതിൻ്റെ ഒക്കെ മുകളിലേക്ക് പോവുക, അവിടെ നിന്നൊക്കെ കടന്നു പോകും. അപ്പോ അയ്യോ അന്നങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയരുത്. കാരണം ഓരോ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പുകള് നമ്മളെ അതിനകത്ത് പലതും ചിന്തിക്കാനിടയാക്കും. അതിനുശേഷം അടുത്ത ഹയർ ലെവൽ വരുമ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയും. അപ്പൊ പിന്നെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് തോന്നരുത്. അങ്ങനെ പറഞ്ഞ എന്താ അന്ന് അങ്ങനെ പറഞ്ഞെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അന്ന് അങ്ങനെ മനസ്സിലാവുള്ളൂ. അത് തന്നെ ഉത്തരം. നമുക്ക് അത്രേ മനസ്സിലാവുള്ളൂ. അന്ന് ഇപ്പോഴും നമ്മൾ വലിയ മുകളിലേക്കൊന്നും വന്നിട്ടില്ല, എന്നാലും അതിന്റെ രീതി അതാണ്. അന്ന് നമുക്ക് അത്രയും മനസ്സിലാവുള്ളൂ, അന്നത് പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകണമെന്ന് ഗുരു ആഗ്രഹിച്ചു, നമ്മൾ വളർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നു. ചൈതന്യത്തിൽ നിന്ന് ലോകമുണ്ടായി എന്നൊന്നും ഇവിടെ ഇല്ല. ഉണ്ടായിട്ടില്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, നമുക്ക് തോന്നുന്നു. അപ്പൊ സംഗതി മാറിയില്ലേ? അന്ന് എന്താ പറഞ്ഞേ? ഉണ്ടായി, വിരാടജായത, തസ്മാത് വിരാടജായത, ഇതൊക്കെ വരുന്നുണ്ടല്ലോ വേദമന്ത്രങ്ങള്. അപ്പോ ഇതൊക്കെ തോന്നലാണ് എന്ന് ഇവിടെ പറഞ്ഞു വരികയാണ്. ഭയങ്കര കോൺട്രഡിക്ഷൻ തോന്നും. ഇപ്പോ ചൈതന്യം തന്നെയാണ് ലോകമായി നമുക്ക് തോന്നുന്നത്. അപ്പോ അവിടെ പുരുഷസൂക്തം പഠിക്കുമ്പോഴും അറിയണം, എന്തറിയണം? ഉണ്ടായി എന്ന് പറയുന്നത് എവിടുന്നാ? അവിടെ തന്നെയാ, വേറൊരു ക്രിയേഷൻ അല്ല പറയുന്നത്, അതിൽ തന്നെയാണ്. അതിനകത്ത് തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പറയുന്നത്. ആ മാറ്റങ്ങൾ ആക്ച്വലി ആർക്കാണ്? ജ്ഞാനിക്കാണ്. അപ്പോ ലോകമായി നമുക്ക് തോന്നുന്നത് ആ ചൈതന്യം തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ ചൈതന്യം തന്നെയല്ലേ നമ്മുടെ ഉള്ളിലും? പുറത്തും ആ ചൈതന്യം തന്നെയല്ലേ? മറ്റുള്ളവരിലും ആ ചൈതന്യം തന്നെയല്ലേ? ലോകം മുഴുവൻ ആ ചൈതന്യമല്ലേ? അപ്പൊ ഞാൻ വേറെയാണോ? അല്ല. ഇതാണ് ഇവിടെ മനസ്സിലാക്കണം. അപ്പോ ഉദാഹരണം, പ്രമാണത്തിൽ വിശ്വാസമുള്ളവർക്ക് ഒരു എയ്ഡായിട്ട് പ്രവർത്തിക്കും, അത്രയേ ഉള്ളൂ. ഉദാഹരണങ്ങൾ എങ്ങനെയാ പ്രവർത്തിക്കുക? നമുക്ക് വേദപ്രമാണത്തിൽ, അതായത് വേദാന്ത പ്രമാണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു സഹായിയായിട്ട് മാത്രമേ നമ്മളോട് നേരത്തെ പറഞ്ഞ കയർപാമ്പ് ഉദാഹരണവും മറ്റേ എന്താ പറയുക, കാനൽ നീർ എന്ന് പറയും, അതായത് മരുഭൂമിയിലെ ജലം നമുക്ക് തോന്നുന്നതുമെല്ലാം ഒരു സഹായമാണ് നമ്മളുടെ പഠിത്തത്തിന്. ഇപ്പോ ഇവിടെ പാമ്പിനെ പറഞ്ഞു അല്ലേ? 2 പാമ്പിനെയാണ് ഇവിടെ പറഞ്ഞത്. അതൊരു രസകരമായ ഭാഗമാണ്, അതും കൂടെ നമുക്ക് നോക്കിയേക്കാം. 2 പാമ്പിനെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് 2? ജീവത്വം, ഞാൻ ജീവൻ, ഞാൻ വേറിട്ടവൻ, ഞാൻ തനിയായവൻ, ഞാൻ സംസാരി, ലോകത്തിൽ കാണുന്നതെല്ലാം വേറെ 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 വേറെ. ഇതാണ് ഒരു പാമ്പ്. ഞാൻ ജീവൻ, വേറിട്ടവനാണ്, മറ്റുള്ളവരിൽ നിന്ന് വേറെ ഒരാളാണ്, ഞാൻ തനിയാണ്, ലോകത്തിലെല്ലാം വേറെ വേറെയാണ് എന്ന തോന്നല് ഒരു പാമ്പ്. രണ്ടാമത്, നാം കണ്ട് അനുഭവിക്കുന്ന ലോകവും മിഥ്യ എന്ന ഒരു പാമ്പ്. അത് സർപ്പം പോലെ. കണ്ട് അനുഭവിക്കുന്ന ലോകവും മിഥ്യ, ആ സർപ്പം പോലെ. ഇത് രണ്ടും എങ്ങനെയാ ഉണ്ടായെന്നാ പറയണേ? ഇത് രണ്ടും അജ്ഞാനം കൊണ്ടുണ്ടായി. ഒന്ന് ഞാൻ വേറെ എന്ന തോന്നലും, കാണുന്ന ലോകം എന്ന തോന്നലും. ലോകം, പുറത്തൊരു ലോകം കാണുന്നു, ഞാൻ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഈ ലോകത്തിലാണ് ഞാനുള്ളത്, ഈ ജഗത്തിലാണ് ഞാനുള്ളത്, ഞാൻ വേറെയാണ്, ജഗത്തും ഉണ്ട് ഇവിടെ, ജഗത്ത് അനുഭവിക്കുന്നതാണ്, അത് സത്യമാണ് എന്ന തോന്നൽ. ഇത് രണ്ട് സർപ്പം. ഞാൻ എന്ന തോന്നൽ ഒരു സർപ്പം, ജഗത്ത് ഉണ്ട് എന്ന ഒരു സർപ്പം. ഇത് രണ്ടും എങ്ങനെയാ ഉണ്ടായേ? അജ്ഞാനം തന്നെ കാരണം. രണ്ടും അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. ഞാൻ സെപ്പറേറ്റ് എന്ന തോന്നലും കാണുന്ന ലോകം എന്നുള്ള തോന്നലും രണ്ടും അജ്ഞാനം കൊണ്ടാണ്, അല്ലെ?
ആ പാമ്പില് സർപ്പത്തെ കണ്ടത് അജ്ഞാനം കൊണ്ടല്ലേ? അതുപോലെ രണ്ടും അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. കഴിഞ്ഞ ശ്ലോകത്തിലെ ജീവന്റെ മിഥ്യാത്വം സർപ്പം പോലെ അവിടെ പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞപ്പോ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ വീണ്ടും പറഞ്ഞതാണ്. കഴിഞ്ഞ അവിടെ എങ്ങനെയാ പറഞ്ഞേ? ജീവത്വം ച മൃഷാജ്ഞേയം രജ്വാം സർപ്പഗ്രഹോ യഥാ എന്നവിടെ പറഞ്ഞു. രജ്വാം സർപ്പഗ്രഹോ യഥാ എന്നവിടെ പറഞ്ഞതാണ്. ജീവത്വം അതുപോലെയാണ് എന്ന് പറഞ്ഞതാണ് ആ ശ്ലോകത്തില്. ഇപ്പോ ലോകത്തിന്റെ മിഥ്യാത്വം സർപ്പം പോലെ എന്ന് പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ജീവന്റെ ജീവത്വം സർപ്പത്തില് കയറിൽ സർപ്പത്തെ കണ്ട പോലെ എന്ന് പറഞ്ഞു. ഇവിടെ ലോകത്തിന്റെ മിഥ്യാത്വത്തെ കയറിൽ സർപ്പത്തെ കണ്ട പോലെ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇതിന്റെ സാരം. ഈ രണ്ട് ശ്ലോകങ്ങളുടെ സാരം ഇത് തന്നെയാണ്. ഇനി വരുന്ന ശ്ലോകങ്ങൾ ഈ രണ്ടിന്റെയും വിശദീകരണങ്ങളാണ്. ഈ ജീവത്വത്തിന്റെയും ലോകത്വത്തിന്റെയും ആ ജീവത്വം വേറെ വേറെ എന്ന് തോന്നുന്നത് തെറ്റാണെന്നുള്ളതും അതേപോലെ ലോകം എന്നുള്ളത് മിഥ്യയാണെന്നുള്ളതും കൂടെ ആ ജഗത്തിന്റെ മിഥ്യാത്വത്തെ ഇതിന്റെ രണ്ടിന്റെയും എക്സ്പ്ലനേഷൻസ് ആണ് ഇനി വരുന്ന ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മളെ അത് മനസ്സിലാക്കി തരണ്ടേ? ഇപ്പൊ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനായി, മൊത്തം പ്രശ്നമായി. ഇത്ര നാളുണ്ടായിരുന്ന ഒരു സമാധാനമൊക്കെ പോയി. ഇപ്പൊ കുറെ മനസ്സിലാക്കി വന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ആകപ്പാടെ കൺഫ്യൂഷനായി. അപ്പോ ഇനി അതിൽ നിന്ന് രക്ഷിച്ചു തരേണ്ട ഒരു കാര്യം കൂടി ആചാര്യസ്വാമിക്ക് ഉണ്ടല്ലോ. അതിനുവേണ്ടി ധാരാളം ഉദാഹരണങ്ങൾ ആചാര്യസ്വാമി ഇനി കൊണ്ടുവരും ഇനി വരുന്ന ശ്ലോകങ്ങളില്. അപ്പോ ജീവൻ മിഥ്യ എന്ന് പറയുമ്പോൾ ജീവന്റെ ചൈതന്യം മിഥ്യ എന്ന് പറയരുത്. അവിടെ ഒരു കാര്യമുണ്ട്. അപ്പൊ ജീവത്വം മിഥ്യ എന്ന് പറഞ്ഞു. രസമാണ് ആ കാര്യം. ജീവത്വം സെപ്പറേറ്റ് ഒന്നും ഇല്ല, ഞാൻ വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞു. ആ ജീവത്വത്തെ അതിനെ മിഥ്യ എന്ന് പറയാം. അവിടെ സെപ്പറേറ്റ് ആണെന്നുള്ളതിനെയാണ് മിഥ്യാത്വം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജീവന്റെ ചൈതന്യത്തെ അല്ല. ജീവന്റെ ചൈതന്യം മിഥ്യയല്ലല്ലോ, അതുണ്ടല്ലോ. ചൈതന്യം മിഥ്യയല്ല, നമ്മൾ ചൈതന്യമാണ്, ആത്മാവാണ്. അത് മിഥ്യയല്ല, അത് മാത്രമേ ഉള്ളൂ, മറ്റേതില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ജീവൻ മിഥ്യയല്ല, ചൈതന്യം മിഥ്യയല്ല, ജീവത്വം എന്ന വേറെ വേറെ എന്ന തോന്നൽ അതാണ് മിഥ്യ. ജീവത്വം എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസിനാണ്. ജീവൻ അല്ല. ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ചൈതന്യം തന്നെയാണ്. ജീവൻ ഈ ചൈതന്യം തന്നെയാണ്. ജീവത്വം എന്ന് വരുമ്പോൾ സെപ്പറേറ്റ് എന്ന വിചാരത്തോടു കൂടിയുള്ള ആ ചിന്ത വരുമ്പോൾ അതാണ് മിഥ്യ. ജീവനും ചൈതന്യവും വിശ്വവും ചൈതന്യം എല്ലാം ചൈതന്യം തന്നെ. ജീവൻ ചൈതന്യമല്ലേ? അതെ. വിശ്വവും ചൈതന്യം തന്നെ ആണോ? ആണ്. ജീവനും ചൈതന്യം, ശരി. വിശ്വമോ? ജഗത്തോ? ജഗത്തും ചൈതന്യം, ശരി. അപ്പൊ അടുത്ത സംശയം, ചൈതന്യം നിർഗുണസ്വരൂപമാണെന്നാണല്ലോ ഇത്രയും നാളും പറഞ്ഞേ. കുഴപ്പമായോ? അടുത്ത സംശയം വഴി. ചൈതന്യം നിർഗുണസ്വരൂപമാണെന്നല്ലേ ഇത്രയും നാളും പറഞ്ഞത്? ബ്രഹ്മം നിർഗുണം, നിർഗുണത്തിന്റെ കുറെ നിഷ്കള നിരഞ്ജനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിച്ചു. നേരത്തെ ആചാര്യസ്വാമി തന്നെ ഒരു 3-4 ശ്ലോകം മുമ്പ് കുറെ പറഞ്ഞു അല്ലേ? അതെ. ഇപ്പൊ എന്താ പറയണേ? സഗുണസ്വരൂപമായ ജഗത്തിനെ ചൈതന്യം എന്ന് പറയുന്നു. ആകെ കൺഫ്യൂഷനായി. നിർഗുണസ്വരൂപമാണ് ചൈതന്യം, ആണ്. ജഗത്തോ സഗുണസ്വരൂപം, അതിനെയാണ് ഇപ്പൊ ചൈതന്യമാണെന്ന് പറയുന്നത്. ശരിയല്ലേ? ജഡമായ ഈ ജഡമല്ലേ ഈ ജഗത്ത്? അതെ. ജഡമായ ജഗത്തിനെ എന്ത് പറയുന്നു? ഇപ്പോ ചൈതന്യമാണെന്ന് പറയുന്നു. ചേതനമായ കാര്യമാണെന്ന് പറയുന്നു. അപ്പൊ ജഡമായ ജഗത്ത് ചേതനമായ ചൈതന്യത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? അതും അടുത്ത ചോദ്യം വരുന്നു. ജഡമായ ജഗത്ത് ചേതനമായ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും? ഇപ്പൊ നമുക്ക് തോന്നുന്നു ശരിയല്ലേ ചോദ്യം എന്ന്. ഒട്ടും വിഷമിക്കണ്ട, ഉടനെ തന്നെ ആ എക്സാമ്പിൾ ഓർക്കുക. എന്ത് എക്സാമ്പിള്? പാമ്പ് കയറല്. അതിന്റെ റിവേഴ്സ് ഉണ്ടാവും. കയറിൽ പാമ്പിനെ കണ്ടു, ആക്ച്വലി പാമ്പുണ്ടോ? ഇല്ല. പാമ്പ് എവിടെ നിന്ന് വന്നു? കയറിൽ നിന്ന് വന്നു. ശരിക്കും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എന്താ ഉണ്ടായ? തോന്നലുകളാണ് ഉണ്ടായത്. അപ്പോ ഇനി
ആചാര്യസ്വാമികള് ശാസ്ത്രത്തെ പ്രമാണമായി എടുക്കാൻ പോവാണ്. വീണ്ടും ശക്തമായ ശാസ്ത്രത്തിലെ ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് പ്രമാണമാക്കിക്കൊണ്ട് പറയും. സൃഷ്ടി പ്രക്രിയയെ പറയും, സൃഷ്ടിയുടെ പ്രക്രിയയെ വീണ്ടും പറയും, എന്നിട്ട് ജഗത്തിന്റെ മിഥ്യാത്വം പറയും. ശാസ്ത്രത്തിൽ സൃഷ്ടിയെ പറ്റി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രത്തില് നാരായണീയം നോക്കിയാലും ഭാഗവതം നോക്കിയാലും ഉപനിഷത്തുകൾ നോക്കിയാലും എവിടെ നോക്കിയാലും സൃഷ്ടി വർണ്ണന എന്ന് പറഞ്ഞൊരു വലിയൊരു അധ്യായം തന്നെ കാണും. സൃഷ്ടി വർണ്ണന. പക്ഷെ ആരും അവിടെ ഈ ഇത്രത്തോളം ആത്മീയമായിട്ട് ആത്മസാക്ഷാത്കാരം വേണം എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രത്യേകം ബുദ്ധിമുട്ടിയവർ മാത്രമേ ആ സൃഷ്ടി എന്തിനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കൂ. അവിടെ ആ സൃഷ്ടി വർണ്ണന എല്ലാ ഗ്രന്ഥങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നത് ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഈ ലോകം മിഥ്യ എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളതിന്റെ തുടക്കത്തിലേക്ക് പോവില്ല, അവിടെ പ്രശ്നം. തുടക്കത്തിൽ പറയുന്നു എന്റെ ഒരു ഇച്ഛ, ബ്രഹ്മത്തിന് ഒരു ഇച്ഛയുണ്ടായി, അതിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കുക. നമ്മൾ അവിടെ മറന്നു. നമ്മൾ ഈ ഉണ്ടായത് എന്ന് മാത്രം ഉണ്ടായി അതുണ്ടായി ഇതുണ്ടായി, പിന്നെ മൊത്തം നമ്മൾ അതിലങ്ങനെ ഇരിക്കുക. പർവ്വതങ്ങളുണ്ടായി, ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ തസ്മാദ്യജ്ഞാൽ സർവബോധഃ സമ്പ്രദം വഷദാജ്യം അശോകസ്താഗച്ഛക്രേവായം വ്യാനേ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ പുരുഷസുപ്തം. അങ്ങനെ ഉണ്ടായ കഥയൊക്കെ പറയുക. അപ്പൊ നമ്മളെല്ലാം ഉണ്ടായി ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ ശക്തി അവിടെ ഉണ്ട്, ഇതെല്ലാം വേറെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മൾ ചെതിരിപ്പെടുക. ആ തോന്നലിൽ നിന്ന് രക്ഷ കിട്ടണം. അത് നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ അന്നത്തെ ആ അറിവിന്റെ ലെവലനുസരിച്ച് പറഞ്ഞു തന്ന് ഇതെങ്ങനെ ഉണ്ടായി ചോദിക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതെങ്ങനെ ഉണ്ടായി. അപ്പൊ പറയുന്നത് ഇങ്ങനെ വരിയെല്ലാം ഉണ്ടായി, സൂക്ഷ്മരൂപം ഉണ്ടായി, പിന്നെ സ്ഥൂലരൂപം ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, പഞ്ചഭൂതങ്ങൾ കൂടി മനുഷ്യന്റെ ശരീരം ഉണ്ടായി, ഇതിനകത്ത് നമ്മുടെ ഈ ശരീരത്തിൽ 5 ഭൂതങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞു. ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സൃഷ്ടിയുടെ വർണ്ണന നടത്തി എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. അപ്പോ 2ാമത്തെ ശ്ലോകത്തില് ജഗത് മിഥ്യ എന്നതിന്റെ ഒരു തുടക്കം തന്നു. ഇനി വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പറഞ്ഞു തരും. അടുത്ത ദിവസം നമുക്ക് 45ാമത്തെ ശ്ലോകം അടുത്ത ദിവസം നോക്കാം. വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക, എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. മിഥ്യാത്വം അറിയാൻ എളുപ്പമല്ല, എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഈ ജന്മത്തിൽ എന്തോ ഇപ്പോ ആചാര്യസ്വാമിയുടെ ഈ ഗ്രന്ഥം പഠിക്കാനും ഈ ഒരു അറിവ് നമുക്ക് കിട്ടാനും ഒരു മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇതിനെ നിഷ്ഠയാക്കി കൊണ്ടുവന്ന് നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇനിയുള്ള ജീവിതം നമ്മൾ പരിശ്രമിക്കണം. എന്നാലേ ഈ പഠിച്ചതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അടുത്ത ജന്മത്തിലും കിട്ടും ഈ പ്രയോജനം, അത് സംശയമില്ല. ഇൻ കേസ് ഇവിടെ ഇപ്പൊ ഇതൊന്നും സംഭവിക്കാതെ ടക്കെന്ന് വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും അറിഞ്ഞല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള സ്ഥലത്ത് കൊണ്ട് ജനിപ്പിക്കും. അതുപോലെ അറിവും കിട്ടുന്നിടത്ത് പോയി ജനിക്കും എന്നുള്ളത് ഉറപ്പാണ്. കർമ്മങ്ങളും കൂടെ അനുകൂലമാകണം, സത്കർമ്മങ്ങളായിരിക്കണം ചെയ്തിരിക്കും. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. പക്ഷെ അത് പോരല്ലോ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലെ ആ അജ്ഞാനത്തെ, കയറിനെ പാമ്പാണെന്ന് വിചാരിക്കാത്ത ആ അജ്ഞാനത്തെ, ആ ഒരു കയറിനെ കയറെന്നറിയാത്ത അജ്ഞാനത്തെ, ഈശ്വരനെ ഈശ്വരൻ എന്നറിയാത്ത അജ്ഞാനത്തെ, ലോകത്തെ ഈശ്വരൻ എന്നറിയാത്ത അജ്ഞാനത്തെ, അവനവനെ ഈശ്വരൻ എന്നറിയാത്ത അജ്ഞാനത്തെ, ഞാൻ ആത്മാ എന്നറിയാത്ത അജ്ഞാനത്തെ, ഈ ശരീരത്തെ ആത്മാ എന്ന് വിചാരിച്ചിരിക്കുന്ന അജ്ഞാനത്തെ, ഇതെല്ലാം നമുക്ക് ശരിയാക്കി കൊണ്ടുവന്ന് നമുക്ക് സാക്ഷാൽ ജഗദീശ്വരനുമായിട്ട് ഞാൻ ആ സത്യം തന്നെ, ഞാൻ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം തന്നെ, ഞാൻ സംസാരി അല്ല എന്നൊരറിവിലേക്ക് എത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. അടുത്ത ആഴ്ച ഇല്ല, കാരണം തിങ്കൾ തൊട്ട് ഈ ഞായർ തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ സ്വാമിയാർ മഠത്തില് ഒരു പുതിയ രീതിയിലുള്ള ഭാഗവത വിചാരസത്രം നടക്കുക. നാരായണീയ സത്രമായിരുന്നു ഇത്രയും വർഷം, ഇത്തവണ അത് മാറ്റി ഭാഗവത വിചാരസത്രമാണ്. അതിൽ തന്നെ പ്രത്യേകത, സാധാരണ സപ്താഹങ്ങൾ പോലെയല്ല,
1, 2, 3 സ്കന്ധങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തെ തത്വങ്ങളെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു രീതിയാണ്, എങ്ങും നടക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ 3 സ്കന്ധം ഇപ്പൊ എടുക്കും, അടുത്ത പ്രാവശ്യം വേറെ സ്കന്ധങ്ങൾ എടുക്കും, അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കൊണ്ടേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ, 12 വരെ എത്തുള്ളൂ. അപ്പോ ഇത്രയും വിശദമായിട്ട് എങ്ങും കിട്ടില്ല. അതിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഞായറാഴ്ച തൊട്ട് അത് ലിങ്ക് ഉണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അത് മാക്സിമം കേൾക്കുക. തത്വവിചാരമാണ് ശരിക്കും. 1, 2, 3 സ്കന്ധങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ആത്മതത്വങ്ങൾ മുഴുവൻ വരുന്നത്. ഭാഗവതത്തില് ഈ ഭാഗത്തിലാണ്, 1, 2, 3 ഏറ്റവും ഗംഭീരമായിട്ട് നാരദന്റെ കുറെ കാര്യങ്ങളുണ്ട്, വളരെ ഭംഗിയായിട്ട് വരുന്നൊരു ഭാഗമാണ്. അതൊന്നും സാധാരണ സപ്താഹ വേദികളിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. ഓടിച്ച് വായിച്ചങ്ങോട്ട് പോകും. അവിടെ വായനയാണല്ലോ പ്രധാനം. സപ്താഹത്തിന് അത് എങ്ങനെയെങ്കിലും 12 സ്കന്ധവും വായിച്ചു തീർക്കുക എന്നുള്ള ബത്തപ്പാടിലാണ് ആചാര്യന്മാരും കൂടെ വായിക്കുന്നവരും ഒക്കെ. പടപടോന്ന് വായിച്ചു കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇതല്ല, ഇത് വളരെ വിശദമായിട്ട് ഓരോ അധ്യായങ്ങളായിട്ട് ഭംഗിയായിട്ട് വായിച്ച് അതിന്റെ സാരം വളരെ ഗംഭീരമായിട്ട് പറയും. അത് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ ഒരാഴ്ച നമുക്ക് അതിന്റെ പുറകിലായിരിക്കും. അത് ഇതേ തത്വം തന്നെയാണ്. അതുകൊണ്ടാണ് അന്ന് ക്ലാസ് പ്രത്യേക ആഴ്ച, പിന്നെ സമയത്ത് ഞാൻ അവിടെ നിന്നൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും. അത് ഞാൻ അവിടെ ഫുൾ ടൈം അവിടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ലിങ്ക് അയക്കുമ്പോൾ പരമാവധി അത് കേൾക്കുക. പ്രത്യേകിച്ചും ആത്മതത്വങ്ങൾ വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം. താങ്ക് യു സർ. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം സർ. താങ്ക് യു. സായിറാം.